വലിയ സൗകര്യത്തിലുള്ള കെട്ടിടത്തിലാണ് ഈ കുട്ടികൾ അവരുടെ പഠനവും അവർക്കാവശ്യമായ മറ്റ് കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നത് ആ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കന്മാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭരണസമിതിക്കാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ ആവശ്യമായിരുന്നു. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത് ആദ്യം അതിന് കെട്ടിടത്തിന് ഒരു സ്ഥലമുണ്ടാകുക എന്നതായിരുന്നു ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സജ്ജനയും പ്രിയപ്പെട്ട ഉമറലിയും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ഒപ്പിയുടെയും ഒക്കെ പ്രയത്നത്തിന്റെ ഫലമായി നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായി വെട്ടിക്കാടൻ മാനു ഹാജിയുടെ കുടുംബം നമുക്കതിന് സ്ഥലം സൗജന്യമായി നൽകുകയാണ് ചെയ്തത്. മാറാക്കര പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ശിലാസ്ഥാപനം നടത്തി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 51.30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മരുതൻചിറ മേൽമുറി ഗവൺമെന്റ് LP സ്കൂളിന് സമീപം ബഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. വെട്ടിക്കാട് മാനുഹാജി അവരുടെ ആ ഒരു നല്ല മനസ്സോട് ഇതിന് സ്ഥലം നമുക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ബഡ്സിന്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് നമുക്ക് സ്ഥലം ലഭിച്ചു എന്നതിന്റെ ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയോട് അഭ്യർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട MLA നമുക്ക് 52 ലക്ഷം രൂപ അനുവദിച്ചു തരികയും നമുക്ക് അതിന്റെ ഒരു ശിലാസ്ഥാപനത്തോടു കൂടി ഇന്നതിന്റെ പ്രോഗ്രാം തുടങ്ങാൻ സാധിക്കുകയും ചെയ്തു. കുറെ സമാനസരുടെ സഹായത്തോടെ തുടങ്ങി വെച്ചൊരു സംവിധാനം നമുക്ക് ഗവൺമെന്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് കൃത്യമായിട്ട് നമുക്ക് വെച്ച നിർദ്ദേശം അതായത് സ്കൂളുകളുടെ പരിസരത്ത് വേണം ഇത്തരം ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മേൽമുറി സ്കൂള് അവിടുത്തെ അധ്യാപകരും അതിന്റെ കൂടെ അവിടുത്തെ PTA കമ്മിറ്റിയും അവിടുത്തെ മെമ്പറും എന്ന നിലക്ക് നമ്മളെ ആളുകളൊക്കെ പ്രത്യേകിച്ച് നമ്മളെ അന്നത്തെ അഹമ്മദ് മാഷയുടെ വൈഫ് മെമ്പറായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംവിധാനം ഇവിടെ വരുന്നതിന് പിന്തുണച്ചത്. വൈസ് പ്രസിഡന്റ് OP കുഞ്ഞി മുഹമ്മദ്, ജനപ്രതിനിധികളായ നസീബ അസീസ്, OK സുബൈർ, AP ജാഫർ അലി, KP ഷെരീഫ ബഷീർ, നജ്മത്ത് പാമ്പലത്ത്, PV നാസിബുദ്ദീൻ, മുബഷിർ ആമീർ, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, V മധുസൂദനൻ, മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ, VK ഷഫീഖ് മാസ്റ്റർ, PP ബഷീർ, TP സജ്ജന ടീച്ചർ, ഉമറലി കരേക്കാട്, നെയ്യത്തൂർ കുഞ്ഞി മുഹമ്മദ്, KP അനീസ്, ഷംല ബഷീർ, V ഫസീല ടീച്ചർ, ഖദീജത്തുൽ കുബ്ര, R രശ്മി എന്നിവർ സംസാരിച്ചു. വെട്ടിക്കാടൻ മാനു ഹാജിയുടെ കുടുംബം നൽകിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.